ഓക്കെ, ഫൈൻ ഫൈൻ, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. അപ്പോൾ ഓരോ ഓരോ ഏരിയയും നമ്മൾ ഓരോ നെയിം കൊടുത്തിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൊല്യൂഷൻ അല്ല, ക്വസ്റ്റ്യനിലും പറയാ ഒന്നല്ലെങ്കിൽ AS നമ്പർ പറയും, അതല്ലെങ്കിൽ അവർ മെൻഷൻ ചെയ്ത നെയിം പറയും. ഇപ്പോൾ ഇവിടെ ഉണ്ട് ഡാറ്റ. എൻ്റെ മൗസിന്റെ കേസർ കാണുന്നുണ്ടോ? ഓ, കാണുന്നുണ്ട് കാണുന്നുണ്ട്. ഓക്കെ. ഇവിടെ ഡാറ്റാ സെന്റർ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചിലയിടത്ത് ഹെഡ് ക്വാർട്ടേഴ്സ് എന്നുണ്ട്, ചിലയിടത്ത് ഗ്ലോബൽ SP, അല്ലെങ്കിൽ BGP, BGP 10,000, അങ്ങനെ ബ്രാഞ്ച് 1, ബ്രാഞ്ച് 2, ബ്രാഞ്ച് 3, ബ്രാഞ്ച് 4, അങ്ങനെ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തിനും ഓരോ പേര് കൊടുത്തിട്ടും, അതല്ലെങ്കിൽ BGPയുടെ നെയിം വെച്ചിട്ടോ, അതല്ലെങ്കിൽ അവർ ലാബിൽ മെൻഷൻ ചെയ്ത നെയിം വെച്ചിട്ടോ അവർ സ്പോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അത് ഫെമിലിയർ ആവണം. എന്നിരുന്നാലാണ് നമുക്ക് ഇത് എവിടെയാണ്, ഏത് ഭാഗത്തെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത് എന്നുള്ളത് ഒരു ഐഡിയ കിട്ടുള്ളൂ. വളരെ സിമ്പിളാണ് സംഭവം. ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത്. ഒന്ന്, ഡാറ്റാ സെന്റർ എന്നാണെങ്കിലോ അതല്ലെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണെങ്കിലോ എന്ത് നെയിമാണോ അവരവിടെ കൊടുത്തിട്ടുള്ളത് അത് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ടോപ്പോളജി എങ്ങനെയാണെന്ന് നമ്മുടെ മനസ്സിൽ, അത് പേര് മനസ്സിലാകുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത് വരും. ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിൽ ആകുള്ളത് 3 സ്വിച്ചാണ്. മെയിൻലി 3 സ്വിച്ചും 2 റൗട്ടറും ഈ ഒരു ഏരിയയെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ആ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നമുക്ക് ഇത്തിരി കൂടി കാര്യങ്ങൾ മനസ്സിലാവും. അതുപോലെ തന്നെയാണ് ഈ ഡാറ്റാ സെന്ററിലാവുമ്പോൾ, ഡാറ്റാ സെന്ററിൽ 4 സ്വിച്ച് ഉണ്ട്, പിന്നെ 4 റൗട്ടേഴ്സ് ഉണ്ട്. 1, 2, 3, 4. പിന്നെ അവിടെ എഡ്ജ് റൗട്ടേഴ്സ് ഉണ്ട്. പിന്നെ ഐസ്, VBond, VManage, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും ഏത് ഏരിയയെ പറ്റി മനസ്സിലാക്കാനാണ് എന്നുള്ളത് നമുക്ക് ഈ നെയിമുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പ്ലസ് ഈ BGP നമ്പേഴ്സും നമ്മൾ ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. BGP 65002, BGPന്റെ AS നമ്പറുകൾ, അത് ഓരോത്തിലും വ്യത്യാസമായിരിക്കും. ഇവിടുത്തെ BGPന്റെ AS നമ്പർ ഡിഫറെൻ്റ് ആണ്, ബ്രാഞ്ച് 2 ഡിഫറെൻ്റ് ആണ്, ബ്രാഞ്ച് 1 ഡിഫറെൻ്റ് ആണ്, ബ്രാഞ്ച് 4 ഡിഫറെൻ്റ് ആണ്. ISP ഗ്ലോബൽ SP-ലും BGP നമ്പറും ഡിഫറെൻ്റ് ആണ്. അപ്പം ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് ടോപ്പോളജിയെ പറ്റിയിട്ടും നമ്മുടെ ലാബിനെ പറ്റിയിട്ടും ചെറിയൊരു ധാരണ കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യനിൽ ഒന്നുമില്ല, ഇത് ഓരോ സെക്ഷൻ വഴി സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇത് സോൾവ് ചെയ്ത് പോകേണ്ടത്. ആദ്യം നമ്മൾ സ്വിച്ചിങ് തീർക്കും. അതിനുശേഷമാണ് പിന്നെ റൗട്ടിങ്ങിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, പിന്നെ SD-WAN എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ, അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് പോകുന്നത്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഓക്കെ, അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ സാറ് ഓൾറെഡി അത് മെൻഷൻ ചെയ്തിരുന്നു. ഇപ്പോഴത്തെ ലാബിൽ 2 വേർഷനാണുള്ളത്. നമുക്ക് 2 സെക്ഷൻ ഉണ്ട്, ഡൂം ഡിസൈനും പറഞ്ഞ് 2 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഡൂ ഡിസൈൻ സെക്ഷനിൽ തന്നെ രണ്ട് വേർഷൻ ഉണ്ട്, ഡൂ 1ഉം ഡൂ 2യും. ഈ ഡൂ 1ൽ മെയിൻ ആയിട്ടുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി സിമ്പിളാണ്. 2ന് വെച്ച് നോക്കുമ്പോൾ വലിയ സെക്യൂരിറ്റി കീയോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. എന്നാലും വലിയ ബുദ്ധിമുട്ടെന്ന് പറയണില്ല. പക്ഷെ 1നെ വെച്ച് നോക്കുമ്പോൾ 2 ഇത്തിരിയും കൂടി കുറച്ചും കൂടി കോൺഫിഗറേഷൻ കൂടുതലുണ്ട്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും അതെ, 2ൽ ഇത്തിരി കൂടി കോൺഫിഗറേഷൻ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ടോപ്പോളജിയും കാര്യങ്ങളൊക്കെ സെയിം ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 1ൽ നമ്മൾ ബ്രാഞ്ച് 1 മാത്രമേ കോൺഫിഗർ ചെയ്യുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളും. എന്നിട്ട് SD-WANന്റെ ബ്രാഞ്ച് 1നെ മാത്രമേ നമ്മൾ കൺസേൺ ചെയ്യുള്ളൂ. ഡൂ 2ൽ നമ്മൾ ചെയ്യുമ്പോൾ ബ്രാഞ്ച് 1ഉം ബ്രാഞ്ച് 2ഉം നമ്മൾ കോൺഫിഗർ ചെയ്യും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ, ചിലതിന് ഒതൻറ്റിക്കേഷൻ ഇടാൻ പറയും, ചിലതിന് ഒതൻറ്റിക്കേഷൻ വേണ്ട, ചിലതിൽ ചില ഇൻ്റർഫേസ് ഡൗൺ ആവും. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യം ഇത് ഡൂ 1 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എൻഷുർ ദാറ്റ് VLAN ഫോർവേഡിംഗ് ഫോർ കോൺഫിഗറേഷൻ ഓഫ് ഓൾ സ്വിച്ചസ് പോർട്ട് അക്കോർഡിംഗ് ടു ദിസ് ടേബിൾ. അതായത് ഇത് കണ്ടില്ലേ, ചെറുതായി പോയി.
ഓക്കെ, ഇവിടെ കണ്ടില്ലേ ഇത് ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്, ഇത് ബ്രാഞ്ച് 3 ആണ്. അപ്പൊ അവിടെയുള്ള സ്വിച്ചുകളൊക്കെ ഇതെന്തെങ്കിലും ചെറുതായി ഉണ്ട്. ഓക്കെ, ഇതിലവര് ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹെഡ് ക്വാർട്ടേഴ്സ്, ഇതാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഈ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ സ്വിച്ച് 101, 102, 110, ഈ 3 സ്വിച്ചും, ഈ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഈ 3 സ്വിച്ചും, അതിന് ഓരോന്നിനും ഒരു പോർട്ട് ചാനൽ ഉണ്ട്. പോർട്ട് ചാനൽ 1 ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് 101ന് നമ്മുടെ ഡയഗ്രാം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സ്വിച്ച് 101ന് ഇതിലൊരു രണ്ട് പോർട്ട് ചാനൽ ഉണ്ട്. പോർട്ട് ചാനൽ 1, പോർട്ട് ചാനൽ 3 എന്ന് പറഞ്ഞിട്ട്. എക്സാമിന് പോകുമ്പോൾ ഈ നോട്ട്സ് ഒന്നും അതിലുണ്ടാവില്ല കേട്ടോ. അതായത് ഇപ്പൊ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമുക്ക് നമ്മുടെ ഈ പിക്ചറിലുള്ളത്. ഏതാണ് പോർട്ട് ചാനൽ നമ്പർ എന്താണ്, ഏത് ഇന്റർഫേസ് വഴിയാണ് ആ പോർട്ട് ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഈസിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളായിട്ട് ചെയ്തതാണ്. എക്സാമിന് പോകുമ്പോൾ ജസ്റ്റ് ഈ ഡയഗ്രാം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ഡീറ്റെയിൽസും ഉണ്ടാവില്ല. അതായത് ഇന്റർഫേസിന്റെ നെയിമും IP ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല ഡയഗ്രത്തില്. അതായത് ഇല്ലല്ല പോർട്ട് സെന്റർ മാത്രമേ ഇല്ലാണ്ടിരിക്കുള്ളൂ, അല്ല ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടാവുമോ? ഇല്ലല്ല, എക്സാമിൽ ഒന്നും ഉണ്ടാവില്ല. ഇന്റർഫേസിന്റെ നെയിം ഉണ്ടാവും. ഓക്കെ, IP ഉണ്ടാവില്ല അല്ലേ? അല്ല, IP, അതായത് ഇപ്പോ നമ്മൾ ഈ ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് എല്ലാം കണ്ടു. ഇപ്പൊ ഇവിടെ കണ്ടില്ല, 10.1, ആ 12.30, ഈ ഡിസ്ക്രിപ്ഷൻ, ഈ നോട്ട്സ് ഒന്നും ഉണ്ടാവില്ല. ഓ ഓക്കെ ഒരു ഓക്കെ. സാധനം ഉണ്ടാവില്ല. ഇതിപ്പോ വി മാനേജിന്റെ IP 10.2.253. ഇവിടെ 11 ആണ്. ഈ ഈ ഓക്കെ ഈ ഈ നമ്പേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഒരു നമ്പറും ഉണ്ടാവില്ല. ഓക്കെ ജസ്റ്റ് ഓക്കെ. ടോപ്പോളജി ഉണ്ടാവും, പിന്നെ ഇന്റർഫേസസും ഉണ്ടാവും. ഓക്കെ നമുക്ക് ഓക്കെ. ഇന്റർഫേസസ് നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പൊ നമുക്കത് ധാരണ വേണം, നമ്മൾ ഇത്തിരി നന്നായിട്ട് അത് മനസ്സിലാക്കണം. കുറെ വട്ടം ചെയ്ത് ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആവണം ഓരോ IP സ്കീമും ഇങ്ങനെയാണെന്നുള്ളത് അല്ലേ? അതെ അതെ, ഏത് ഇന്റർഫേസ് വെച്ചിട്ടാണ് പോർട്ട് ചാനൽ ക്രിയേറ്റ് ആവണമെന്നുള്ളത്. അപ്പൊ അതാ പറഞ്ഞത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ 1.2-ൽ പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ സ്വിച്ചുകൾ തമ്മിൽ പോർട്ട് ചാനൽ, ഇപ്പൊ സ്വിച്ച് 101ന് രണ്ട് പോർട്ട് ചാനൽ ഉണ്ട്. പോർട്ട് ചാനൽ 3യും പോർട്ട് ചാനൽ 1ഉം. ഇത് രണ്ടും അപ്പാക്കണം. ഇതാണ് അവർ പറഞ്ഞത്. ഹെഡ് ക്വാർട്ടേഴ്സ് 2000 എന്ന് പറഞ്ഞൊരു വീലാൻ ഉണ്ട്. അതിൽ സ്വിച്ച് 101 ഉണ്ട്. അതായത് ഹെഡ് ക്വാർട്ടേഴ്സിൽ 2000 എന്നുള്ള ഒരു വീലാൻ ഉണ്ടോ എന്ന് ആദ്യം നമ്മൾ നോക്കണം. മാത്രമല്ല ആ സ്വിച്ചിന് രണ്ട് പോർട്ട് ചാനൽ ഉണ്ടോ എന്ന് നോക്കണം. 101ഉം 103 എന്നും പറഞ്ഞിട്ടുണ്ടോ നോക്കണം. അത് അപ്പാണോ എന്ന് നോക്കണം. അതായത് ചിലപ്പോൾ ഡൗൺ ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നിനും പറയാം. ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിൽ 2000 എന്നുള്ള ഒരു വീലാൻ ഉണ്ടോ നോക്കണം. പിന്നെ സ്വിച്ച് 102-ല്, ഇത് 101 ആണ്, 102-ലും ഈ VLAN 2000 ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ പോർട്ട് ചാനൽ സ്വിച്ച് 102-നെ സംബന്ധിച്ചിടത്തോളം പോർട്ട് ചാനൽ 2ഉം 3ഉം ആണ്. അപ്പോൾ ഓരോ സ്വിച്ചിനും രണ്ട് പോർട്ട് ചാനലുണ്ട്, രണ്ട് പോർട്ട് ചാനൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ അപ്പാവണം. അത് അതിൽ മാത്രമല്ല, ആ സ്വിച്ചുകളിൽ ഇന്ന വീലാനുകൾ പ്രസന്റ് ആണോ എന്ന് നോക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നത്, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി ഭയങ്കരമായിട്ട് കുറെ കോൺഫിഗറേഷൻ ഉണ്ടെന്ന് തോന്നും. സിമ്പിൾ ആണ്, ഞാൻ ലാബ് വെച്ച് പറഞ്ഞുതരാം. അതായത് ആദ്യം ഫസ്റ്റ് 1.2 എന്ന് പറഞ്ഞത് ഈ ഒരു സെക്ഷനാണ്, ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഈ ഒരു സെക്ഷനാണ്. ഇതിൽ ആദ്യം നോക്കേണ്ടത് ഈ 3 സ്വിച്ചാണ്. ഈ 3 സ്വിച്ചിലും ഫസ്റ്റ് 2.1-ൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത്, ഇതിൽ ഓൾറെഡി പ്രീ കോൺഫിഗേർഡ് ആണ്. അതിൽ മിസ്സിംഗ് ആയ കോൺഫിഗറേഷൻസ് മാത്രമേ നമ്മൾ ആഡ് ചെയ്യുള്ളൂ. അത് മാത്രമേ സൊല്യൂഷനും പറയുള്ളൂ. ഇത് ഓൾറെഡി പ്രീ കോൺഫിഗേർഡ് ആയതുകൊണ്ട് നമ്മൾ എല്ലാതും ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാതും നമ്മൾ ചെയ്യാൻ നിൽക്കില്ല.
നമ്മളതിൽ മിസ്സിംഗ് ആയത് മാത്രം ചെയ്യും, എന്നിട്ട് നമ്മൾ വെരിഫൈ ചെയ്യും. അതിൻ്റെ വെരിഫൈ കമാൻഡ്സ് നോക്കിയിട്ട് നമ്മൾ കമാൻഡ്സ് നോക്കിയിട്ട് വെരിഫൈ ചെയ്യാന്നല്ലാതെ എല്ലാതും അടിക്കാനുള്ള സമയവും നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യാൻ പോണത് ഈ സ്വിച്ച് 101ന്റെ ഈ ഇന്റർഫേസ് ഗിഗാബിറ്റ് ഇഥർനെറ്റ് E0/0യും 0/1ഉം ഈ പാർട്ട് മിസ്സിംഗ് ആയിരിക്കും. ഇതിൽ മിസ്സിംഗ് ആയത് മാത്രമേ നമ്മുടെ സൊല്യൂഷനിൽ മെൻഷൻ ചെയ്യുള്ളൂ. അത് മാത്രം പഠിച്ചാലും മതി. പക്ഷെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ചിലത് എന്തെങ്കിലും ഒരു ഡൗൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം, ഇത് അവർ ചെയ്തു വെച്ചൊക്കെയാണ് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് ഈ കോൺഫിഗറേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇപ്പൊ ഇത്രയും സാധനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആകെ ഇത്ര കോൺഫിഗറേഷനേ ഉള്ളൂ. അതായത് ഒരു ടാസ്കിനകത്ത് കറക്റ്റ് VLAN-ലാക്കാനും കറക്റ്റ് പോർട്ട് ചാനൽ പ്രോപ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, മീൻസ് അത് പോർട്ട് ചാനലിലാക്കാനും മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ ടാസ്കിൽ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അതെ. അതായത് ഇന്റർഫേസസ് ഒക്കെ ക്ലിയർ ആയിരിക്കണം. നമ്മുടെ ഈ സ്വിച്ചിന്റെ ഇന്റർഫേസസ് ഒക്കെ അപ്പാവണം. അവര് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ പോർട്ട് ചാനലും അപ്പാവണം. അത്രയേ ഉള്ളൂ അതിൽ. പിന്നെ പറഞ്ഞ പോർട്ടിലേക്കാണോ ആ ഡിവൈസസ് ആഡ് ചെയ്തിട്ടുള്ളത്, അത്ര കൂടി. അതായത് ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ രണ്ട് ഹോസ്റ്റ് ഉണ്ട്, ഹോസ്റ്റ് 11 ഹോസ്റ്റ് 12 എന്ന് പറഞ്ഞത്. ഇത് VLAN 2000-ലും ഇത് VLAN 2001-ലും ആയിരിക്കണം. പിന്നെ ഈ പോർട്ട് ചാനലുകൾ അപ്പായിരിക്കണം. ഇതാണ് ഈ ഒരു കോറിൽ ചെയ്യാനുള്ളത്. ഇതേ സംഭവം തന്നെയാണ് ബ്രാഞ്ച് 3-ലും ചെയ്യാനുള്ളത്. ഈ ബ്രാഞ്ച് 3-ലും ഇതേ സംഭവം തന്നെയാണ്. 3 സ്വിച്ച് ആണ്, 2 ഹോസ്റ്റ് അവിടെ കിടക്കുന്നുണ്ട്, 2 റൗട്ടർ ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇവിടെ. ഓക്കെ, ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഹെഡ് ക്വാർട്ടേഴ്സിൽ ആകെ ഇതുള്ളൂ. ഇതേ സംഭവം നമ്മൾ ബ്രാഞ്ച് 3-ലും ചെയ്യുന്നുണ്ട്. ഏറെക്കുറെ സെയിം ടോപ്പോളജിയാണ് ബ്രാഞ്ച് 1-ഉം അല്ല ഹെഡ് ക്വാർട്ടേഴ്സും ബ്രാഞ്ച് 3-യും. ഇതിന്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ. അതായത് ഈ 2 ഡിവൈസസിനെ ഈ VLAN-നുള്ളിലാക്കുക, എന്നിട്ട് ഈ സ്വിച്ച് കോൺഫിഗർ ചെയ്യുക. എന്നിട്ട് അതേപോലെ ഈ 2 ഡിവൈസിനെയും അവർ പറയുന്ന പർട്ടിക്കുലർ VLAN-നുള്ളിലാക്കുക, എന്നിട്ട് ഈ സ്വിച്ച് കോൺഫിഗർ ചെയ്യുക. 2.3-ലാണ് ഇവിടെ നമ്മുടെ ഇതർ ചാനല് സെറ്റ് ചെയ്യണം, നമ്മുടെ അവിടെ സ്പാനിങ് ട്രീ എനേബിൾ ചെയ്യണം ഒക്കെ ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് അവരിങ്ങനെ ഒരു ടേബിൾ തന്നിട്ട് ഈ ടേബിൾ ഓക്കെ ആണെന്നുള്ളത് നമ്മളത് കൺഫേം ചെയ്യാൻ വേണ്ടി പറയാണ്. അപ്പോൾ അതിൽ മിസ്സിംഗ് ആയിട്ടുള്ള പാർട്ടുകൾ ഇത്രയേ ഉള്ളൂ. അതായത് സ്വിച്ച് 101, സ്വിച്ച് 110ൽ വന്നിട്ട് നമ്മൾ ഇന്റർഫേസ് 0/0ൽ കയറിയിട്ട് അത് ആക്സസ് പോർട്ട് ആക്കിയിട്ട് അത് VLAN 2000-ലേക്ക് ആഡ് ചെയ്യണം, ഇത് VLAN 2001-ലേക്ക് ആഡ് ചെയ്യണം. ഈ 2 ഇന്റർഫേസസ് അത് അങ്ങനെ ചെയ്യുന്നു. അതോടെ ഈ ഹെഡ് ക്വാർട്ടേഴ്സിലെ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഓക്കെ, പിന്നെ നമ്മളുള്ളത് സ്വിച്ച് 6, നമ്മൾ ബ്രാഞ്ച് 3-ലേക്ക് പോകണം. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ 2 സെക്ഷനേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ കാണില്ല, ബ്രാഞ്ച് 3-യും ഹെഡ് ക്വാർട്ടേഴ്സും. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ബ്രാഞ്ച് 3-ലേക്ക് പോകുന്നത്. ബ്രാഞ്ച് 3-ൽ പോയിട്ട് ബ്രാഞ്ച് 3-ൽ നോക്കുമ്പോൾ അവിടെ VLAN 2000 മിസ്സിംഗ് ആണ്. അപ്പൊ ബ്രാഞ്ച് 1-ൽ അത് അല്ല, ഹെഡ് ക്വാർട്ടേഴ്സിൽ അത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് ഇവിടെ ആഡ് ചെയ്യായിരുന്നത്. മാത്രമല്ല അവരുടെ ട്രങ്കില് 2001-നെ അലോ ചെയ്തിട്ടില്ല. അവർ 2000-നെ മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ സ്വിച്ച് 110-ൽ ഇത് പ്രീ കോൺഫിഗേർഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ അതൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇന്റർഫേസിനെ മാത്രം VLAN-ലേക്ക് ഇട്ടിട്ട് അവിടെ നിർത്തിയത്. ഇവിടെ നമ്മൾ VLAN നോക്കിയപ്പോൾ VLAN 2000 മിസ്സിംഗ് ആണ്. മാത്രമല്ല ട്രങ്കില് 2001-നെ ആഡ് ചെയ്തിട്ടില്ല, അലോ ചെയ്തിട്ടില്ല. അപ്പൊ ആ 2 പാർട്ടും കൂടി നമ്മൾ സ്വിച്ച് 610-ൽ ആഡ് ചെയ്തു. ബാക്കിയുള്ള സെയിം കോൺഫിഗറേഷൻ ആണ്. E0/0-നെ 2000-ലേക്ക് ആഡ് ചെയ്യണം, E0/1-നെ 2001-ലേക്ക് ആഡ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ കോൺഫിഗറേഷൻ, ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ബാക്കിലുള്ള കാര്യം. മാത്രമല്ല അതിന്റെ വെരിഫിക്കേഷൻ നോക്കുമ്പോൾ ഇത്തിരി മനസ്സിലാവും. കണ്ടില്ലേ, നമ്മൾ ആദ്യം 101-ൽ കയറിയിട്ട് ഷോ VLAN അടിച്ചു. അതായത് 101 എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്വിച്ചിൽ കയറിയിട്ട് നമ്മൾ ഷോ VLAN അടിച്ചിട്ട് നമ്മൾ എന്ത് കൺഫേം ചെയ്യണം, അവിടെ VLAN-കളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. 2000-ഉം 2001-ഉം എന്ന് പറഞ്ഞ 2 VLAN അവിടെ പ്രസന്റഡ് ആണോ എന്നുള്ളത് നോക്കണം.
അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല, സ്വിച്ച് 101 ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ക്രിയേറ്റ് ചെയ്യാതെ പോലും അത് അവിടെ ഉണ്ട്, അത് പ്രീ കോൺഫിഗർഡ് ആണെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഷോ വീലാൻ കൊടുത്തിട്ട് അത് വെരിഫൈ ചെയ്യുന്നു. രണ്ടാമത്തേൽ ഷോ ഇന്റർഫേസ് ട്രങ്ക് നോക്കുന്നു. നമ്മൾ ട്രങ്കിന്റെ കോൺഫിഗറേഷൻ ഒന്നും സ്വിച്ച് 101, ഞാൻ ഇത്രയും ഡീപ്പായിട്ട് പോണത് നിങ്ങൾ തുടക്കമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഇതിലേക്ക് പോവില്ല, ജസ്റ്റ് പറഞ്ഞു പോവുള്ളൂ. കുഴപ്പമില്ലല്ലോ. ഹലോ, കേൾക്കുന്നില്ലേ പറഞ്ഞേ? ഇതുണ്ട് സാർ, കേൾക്കുന്നുണ്ട് വേണ്ട. കേൾക്കുന്നുണ്ട്. ചിലവർക്ക് ഇത് ബോറടിക്കുന്നുണ്ടോ? കാരണം ഇത്രയും ഡീപ്പിലേക്ക് പോകണമെന്ന് ആലോചിച്ചിട്ട്. ഞാനത് പറയുന്നത് തുടക്കമായതുകൊണ്ട് പിന്നെ ഇനി ആർക്കൊക്കെ എന്തൊക്കെയാണ് കവർ ആയത് എന്നുള്ളത് ഒരു ധാരണ ഇല്ല. അപ്പൊ അതെ, ഡീറ്റെയിൽ ഒന്ന് ആയിട്ട് പറയുന്നത് തന്നെയാണ് നല്ലത്, ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം അപ്പൊ നമുക്ക് ടൈം എന്തൊക്കെ ഉണ്ടല്ലോ. മിസ്സാവും എന്താണെന്നുള്ളത് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പോകുന്നത് കേട്ടോ. അതായത് ഷോ ഇന്റർഫേസ് ട്രങ്ക്, അതായത് സ്വിച്ച് 101 ഷോ ഇന്റർഫേസ് ട്രങ്ക് അടിക്കണു. സ്വിച്ച് ആ ട്രങ്ക് പോർട്ട് അവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ചെക്ക് ചെയ്യണു. പിന്നെ മാത്രമല്ല പോർട്ട് ചാനലിന്റെ ഡീറ്റെയിൽസ്, പോർട്ട് ചാനൽ ട്രങ്കിങ്ങിൽ ഇനേബിൾ ആണ്. അപ്പൊ ഇതൊക്കെ പ്രീ കോൺഫിഗർഡ് ആണ്. നമ്മളൊന്ന് മാത്രമല്ല അതിൽ 2001 അലൗഡ് ആണ് സ്വിച്ച് 101 നമ്മൾ അവിടെ ഒന്നും കോൺഫിഗറേഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളൊന്ന് വെരിഫൈ ചെയ്യുന്നു, ജസ്റ്റ് വെരിഫൈ കമാൻഡ് കൊടുത്തിട്ട് എന്നുണ്ട്. സെയിം സാധനം സ്വിച്ച് 102 ചെയ്യുന്നു. ഇവിടെയാണ് 102 ഉള്ളത്. അവിടെ VLAN നോക്കണു, 2001 ഇനേബിൾ ആണോ നോക്കണു. മാത്രമല്ല ട്രങ്ക് പോർട്ടിൽ 2001 2001 VLAN 1 ഉണ്ട് കേട്ടോ, മിസ് ചെയ്യരുത്. VLAN 1 2000 ഇത് അലോ ചെയ്തിട്ടുണ്ടോ നോക്കണു. പിന്നെ സ്വിച്ച് 110, അതായത് സ്വിച്ച് 110, അതിലും നമ്മൾ നോക്കുന്നത് രണ്ട് VLANകൾ പ്രസന്റ് ആണോ, പിന്നെ VLANൽ അതിനെ പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ, ട്രങ്കില് ട്രങ്ക് പോർട്ടിൽ VLANനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ, അതെല്ലാം പെർമിറ്റ് ചെയ്തിട്ടുണ്ടോ. ഈ മൂന്ന് കാര്യങ്ങളായാലും വെരിഫൈ ചെയ്യണം. സ്വിച്ച് ഈ സെക്ഷനിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ നമ്മൾ ആകെ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ഇന്റർഫേസസിനെ പിടിച്ചിട്ട് അതിന്റെ റെസ്പെക്റ്റീവ് ആയിട്ടുള്ള VLANലേക്ക് ഇടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. വേറൊരു കോൺഫിഗറേഷനും ചെയ്തിട്ടില്ല, അതൊക്കെ പ്രീ കോൺഫിഗർഡ് ആണ്. പക്ഷെ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മളത് നോക്കണം, അതിൽ ട്രങ്ക് ഉണ്ടോ, ഇവിടെ VLAN ഉണ്ടോ, ട്രങ്കിലേക്ക് അത് ആഡ് ചെയ്തിട്ടുണ്ടോ, രണ്ടെണ്ണം നോക്കാം. സ്വിച്ച് സെയിം വെരിഫിക്കേഷൻ ആണ്. ഇതിന്റെ രസം അതാണ്, കാരണം കുറെയൊക്കെ റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ ഒരു കാര്യം പെട്ടെന്ന് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിലും ബ്രാഞ്ചിലും സെയിം ആണ് പിന്നെ നടക്കുന്നത്. അപ്പൊ വെരിഫൈ ചെയ്യാനും സുഖമാണ്. കുറച്ച് കമാൻഡ്സ് മാത്രം നമ്മൾ നോക്കി മനസ്സിലാക്കി വെച്ചാൽ മതി. സ്വിച്ച് 101 VLAN നോക്കണു, VLAN ഇവിടെ പ്രസന്റ് ആണ്. സ്വിച്ച് 601 അതായത് 601 നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കണം കേട്ടോ. കാരണം നമ്മൾ ആകെ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് 610 സ്വിച്ച് 110 ആണ്. ബാക്കിയുള്ളതൊക്കെ പ്രീ കോൺഫിഗർഡ് ആണ്. എന്നിരുന്നാലും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാണ്. 2001 ഉണ്ടോ നോക്കണം. മാത്രമല്ല അലോ ചെയ്തിട്ടുണ്ടോ നോക്കണം. അത് സ്വിച്ച് ആ മൂന്ന് സ്വിച്ചിലും നമ്മൾ കയറിയിട്ട് ഈ സെയിം സാധനം ചെയ്യുന്നു. നമ്മൾ ആകെ ഇപ്പോൾ കോൺഫിഗർ ചെയ്തത് 610 അവിടെ VLAN രണ്ടെണ്ണം ഇപ്പോൾ ഇവിടെ ഉണ്ട്. മാത്രമല്ല ഇതിലൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ പാർട്ട് മിസ്സിംഗ് ആയിരുന്നു, അതുകൊണ്ട് നമ്മളത് കോൺഫിഗർ ചെയ്തു. അതാണ് സൊല്യൂഷനിൽ നമ്മൾ ചെയ്തത്. അതോടെ ആ പാർട്ട് തീർന്നു. പിന്നുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ച തന്നെ ഈ പോർട്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ഇന്റർഫേസസ് അപ്പാക്കി അതിൽ VLAN ഉണ്ടോ നോക്കി, ആ VLANൽ ട്രങ്കിൽ അലോ ചെയ്തിട്ടുണ്ടോ നോക്കി. ഇനി നീണ്ടത് ഈ പോർട്ട് ചാനൽസുകളൊക്കെ അപ്പാണോ, അത് പ്രോപ്പർ നെയിമിലാണോ കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ്. ഈ പോർട്ട് ചാനലുകൾ 3 ഈ ഹെഡ് ക്വാർട്ടേഴ്സിന് മാത്രം വെച്ചിട്ടാണ്. അതിന്റെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. സ്വിച്ച് 101 ഈ ഇന്റർഫേസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും കേട്ടോ, പക്ഷെ പിക്ചറിൽ ഉണ്ടാവില്ല, ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. സ്വിച്ച് 101ന്റെ ഗിഗാബിറ്റ് ഇഥർനെറ്റ് 1/2-3 ഈ ഒരു ഏരിയ. അത് മറ്റേ സ്വിച്ച് 110ന്റെ 1/0/1 കണക്ട് ആവുന്നത്. ഓക്കെ, അത് പോർട്ട് ചാനൽ. ഓക്കെ, അത് അതിലേക്കാണ് കണക്ട് ആവുന്നത് എന്നുള്ളത് അതിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ മാപ്പിംഗ് സ്വിച്ച് 102ന്റെ സ്വിച്ച് 10 ഇത് ചാനൽ നമ്പർ ആണ് കേട്ടോ. ഇത് 1, 2, 3 എഴുതി വെച്ചില്ല. ഇത് പോർട്ട് ചാനൽ 1 ആണ്. പോർട്ട് ചാനൽ 1 എന്നുള്ളതിന്റെ സ്വിച്ചിന്റെ ഈ ഇന്റർഫേസ് പോർട്ട് ചാനൽ 1 ആണ് എന്നാണ് അവർ പറഞ്ഞത്. സ്വിച്ചിന്റെ
1/2-3 ഇതാ ഈ ഒരു ഇന്റർഫേസും ഈ ഒരു സെക്ഷനും തമ്മിൽ ടു ഇന്റർഫേസ് 1/2 and 3 തമ്മിൽ പോർട്ട് ചാനൽ 2 ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിവിടെ പോർട്ട് ചാനൽ നമ്പർ ഇതാണ്, ഇതർ ചാനൽ ID കൊടുക്കുന്നുണ്ട്. അത് 1 ആയിട്ടും 2 ആയിട്ടും 3 എന്ന് പറയുന്നത് ഇതാണ്, ഇവർ രണ്ട് സ്വിച്ചുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മാപ്പ് അവർ തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഇതപ്പോൾ ഇത് പിന്നെ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്നിരുന്നാലും വെറുതെ ഒന്ന് പറയാം, പ്രോട്ടോകോൾ മസ്റ്റ് യൂസ് സെപ്പറേറ്റഡ് ഇൻസ്റ്റന്റ് VLAN. അപ്പോൾ അത് റാപ്പിഡ് PVST എന്നുള്ള രീതിയിലുള്ള സാധനം യൂസ് ചെയ്യാനാണ് പറയുന്നത്. ദ പ്രോട്ടോകോൾ മസ്റ്റ് യൂസ് ഓൺലി 3 സ്റ്റേറ്റ്സ്. അത് 3 സ്റ്റേറ്റ് മാത്രമാണ് നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് നമ്മുടെ പോർട്ട് ഡിഫോൾട്ട് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അല്ല ഇതിലല്ല, STP ഫോർവേഡിങ് ഡിലേ വിത്തൗട്ട് കോൺഫിഗറിങ് ഇൻഡിവിജ്വൽ സ്വിച്ച് പോർട്ട്, അത് എൻ പോയിന്റിന്റെ ഇതാണ്. അപ്പോൾ അതിന് എന്താണ് സ്പാനിങ് ട്രീ ഗോഡ് റൂട്ട് എന്നുള്ള ഇന്റർഫേസ് കൊടുക്കുന്നു. പിന്നെ സ്വിച്ച് 101 മസ്റ്റ് ഇഗ്നോർ സുപ്പീരിയർ BPDU ഫോർ അതർ സ്വിച്ചസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് കൊടുക്കണം. ഇത് വായിച്ചു നോക്കിയാൽ മതി. ശരി, ഒറ്റ സെക്കൻഡ്. ഇതിനകത്തെ നമുക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നത് എനിക്ക് വന്നിട്ടുള്ള എന്താന്ന് പറയാ, അത് നമുക്ക് എല്ലാ സൊല്യൂഷനിലും ഇതേപോലെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിട്ടോ. സ്പോട്ടോയും മൾട്ടിപ്പിൾ സൊല്യൂഷൻ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്ത്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇതാണ്, ഇത് നമുക്ക് പാസിംഗ് വന്നതും ഇതിൽ തന്നെയാണ്. ഓക്കെ, പക്ഷെ എന്നാലും എനിക്ക് ഡൗട്ട് എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് RSTP ആണല്ലോ യൂസ് ചെയ്യുന്നത്. പ്രോട്ടോകോൾ RSTP ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇവിടെ 3 സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം RSTP ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന് സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് എന്ന് പറയുന്ന കമാൻഡില്ലേ ശരിക്കും ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് കമാൻഡാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മളെ പോർട്ട് ഫാസ്റ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് എന്ന് പറയുന്ന കമാൻഡ് RSTP ആവുന്ന സമയത്ത് നമ്മൾ ടെക്നിക്കലി, അതായത് തിയററ്റിക്കലി നമ്മൾ പഠിക്കുന്നത് സ്പാനിങ് ട്രീ പോർട്ട് ഫാസ്റ്റ് എഡ്ജ് ഡിഫോൾട്ട് വേണം. എഡ്ജ് ഡിഫോൾട്ട് ആണ് ശരിക്കും അതിന്റെ കമാൻഡ്. പക്ഷെ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് പോർട്ട് ഫാസ്റ്റ്. അപ്പൊ ഇത് ശരിക്കും മിസ്റ്റേക്ക് അല്ലല്ലോ, ഇത് മീൻസ് ഇത് തന്നെയല്ലേ എല്ലാ സൊല്യൂഷനിലും ഇത് തന്നെയല്ലേ വരുന്നത് അല്ലേ? ഹലോ, ബ്രേക്ക് ആയിപ്പോയി. ഹലോ 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 സാർ കേൾക്കുന്നില്ല. ആ, കട്ടായി പോയിട്ടുണ്ട്. അവിടുത്തെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും. കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആയി. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഷെയർ കട്ടായോ? ഷെയർ കിട്ടുന്നില്ല. പക്ഷേ ഷെയർ കട്ടായോ? ഓക്കെ, കിട്ടി കിട്ടി കിട്ടി. ഓക്കെ, അപ്പോ ഇതാണ് അവർ പറഞ്ഞത്, പ്രോപ്പർ ആണെന്നാണ് പറഞ്ഞത്. ഇത് ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി. ഫോളോ ചെയ്യാം, കാരണം നമുക്ക് പാസിംഗ് റേറ്റ് ഉള്ളത് ഇതിലാണ്. അതെ, ഇതാണ് അവർ ഇതാക്കിയത്. മാത്രമല്ല ഇത്രയും ചിലതില് ഇത് മാത്രമല്ല, പല സൊല്യൂഷനിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ സൊല്യൂഷൻ ഇതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള സംഭവത്തിൽ ഈ കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, ഈ കോൺഫിഗറേഷനിൽ ഇവിടെ VLAN 2000 കൂടി ആഡ് ചെയ്ത്, ഇവിടെ VLAN 2001 കൂടി ആഡ് ചെയ്തിട്ട് ഈ സ്വിച്ച് 101ലും 2000ലും ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യണല്ലോ. അത് നല്ലതാണ്. പക്ഷെ അത് ചിലപ്പോൾ VLAN അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ, മീൻസ് വേറെ ഏതെങ്കിലും ഒരു അങ്ങനെയല്ല, അവിടെ വെരിഫിക്കേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സമയം എന്തായാലും നമ്മൾ ഇവിടെ അടിക്കുന്നുണ്ട്, അപ്പൊ ജസ്റ്റ് ഇതും കൂടി അടിച്ചു കൊടുക്കാം, വേറെ വിഷയങ്ങളൊന്നുമില്ല. തന്നെയാണ് അവിടെ വന്നോട്ടെ എന്നുള്ളത്. അത് വെരിഫിക്കേഷൻ വളരെ കുറച്ചിട്ട്, അപ്പൊ അങ്ങനെ പല ചേഞ്ചസും നമ്മൾ ചിലതിൽ കാണും. പക്ഷെ എസെൻഷ്യൽ ആയിട്ടുള്ളത് മാത്രമേ CLC ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള സൊല്യൂഷനിൽ നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ VLAN ഉണ്ടായിരുന്നല്ലോ, ഇവിടെ VLAN കാണുന്നില്ലല്ലോ, അത് അങ്ങനെ ഒരു സംശയം വരും. സംഭവം ഇതാണ് വേണ്ടതുള്ളൂ. പക്ഷെ മറ്റതവിടെ പ്രീ കോൺഫിഗർഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്, അതവിടെ ഇല്ലാഞ്ഞിട്ടല്ല.
എന്ന ആ ഒരു വ്യത്യാസങ്ങൾ പല സൊല്യൂഷൻ നോക്കുമ്പോഴും നമുക്ക് ഉണ്ടാവും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിലിപ്പോ ചെയ്യാൻ അത് പോകുന്നത് അതുപോലെ ഒരു ഡൗട്ട്, ഈ ആക്സസ് പോർട്ടിൽ സ്പാനിറ്ററി പോർട്ട് ഫാസ്റ്റ് എനേബിൾ ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യാതിടുന്നതാണോ? എങ്ങനെ? അല്ലാതെ നമ്മൾ ആക്സസ് ഡിഫോൾട്ട് പോർട്ടിൽ കൊടുക്കുന്നത് കൊണ്ട് സ്പാനിക് റിപ്പോർട്ട് ഫാസ്റ്റ് ഡിഫോൾട്ട് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ അത് നമുക്ക് ഇതിനകത്ത് ഓക്കെ പറഞ്ഞിട്ടുണ്ട്, ഇൻഡിവിജ്വലി കൊടുക്കരുത് എന്നുള്ളത് ടാസ്ക് തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ട് അല്ലേ? ഓരോ പോർട്ട് വെച്ച് കൊടുക്കരുത്, അത് ഡിഫോൾട്ട് ആയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് അർത്ഥം. അത് ടാസ്കിലുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഡിഫോൾട്ട് ആയിട്ട് പിന്നെ കൊടുക്കും. അതുപോലെ ഈ സ്വിച്ച് പോർട്ട് റങ്ക് ഇത്ര റെസ്ട്രിക്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ അവിടെ വല്ല? അത് റെസ്ട്രിക്ട് ചെയ്യണമെന്നല്ല, അത് അവര് സ്വിച്ച് ബോർഡ് ട്രങ്ക് അവിടെ ഇവിടെ 2001 2000 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അവിടെ ആഡ് 2001 തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ, അതവിടെ ഓൾ കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ഓൾറെഡി റെസ്ട്രിക്ട് ചെയ്തോണ്ടല്ലേ? ഉള്ള കോൺഫിഗറേഷനിലൂടെ നമ്മൾ ആഡ് ചെയ്യാന്നുള്ളതല്ലാണ്ട് നമുക്ക് അത് ഓക്കെ. ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റിക്വയർമെന്റ്സിനനുസരിച്ച് അത് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഉള്ള കോൺഫിഗറേഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പുതുതായിട്ട് കൊടുക്കാനോ പറ്റില്ല. അപ്പൊ നമ്മളത് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെന്റ്സ് മാത്രം മീറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ സ്വിച്ച് 103നെ സംബന്ധിച്ചിടത്തോളം, അല്ല 1.3നെ സംബന്ധിച്ചിടത്തോളം ഇത് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, മനസ്സിലാവുന്ന കാര്യങ്ങളോ. ഇന്റർഫേസ് 1/2-3 പോകുന്നു, ചാനൽ ഗ്രൂപ്പ് 1 എന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് മോഡ് ആക്റ്റീവ് ആക്കി കൊടുക്കണം. എന്നിട്ട് സ്പാനിങ് ട്രീ മോഡ് റാപ്പിഡ് PBST എന്നുള്ളത് മെൻഷൻ ചെയ്യണു. അതിന്റെ സ്പാനിങ് ട്രീയുടെ പ്രയോറിറ്റി 0 എന്ന് കൊടുക്കും. സ്വിച്ച് 101ന് ഉള്ള പ്രയോറിറ്റി 0 ആക്കി വെക്കും. സ്പാനിങ് ട്രീ വീലാൻ ഈ 1ഉം 2001ഉം പ്രയോറിറ്റി 0 ആക്കി കൊടുക്കണം. എന്നിട്ട് പോർട്ട് ഫാൾസ് ഡിഫോൾട്ട് ആക്കി കൊടുക്കണം. എന്നിട്ട് പോർട്ട് ചാനൽ 1ൽ കയറിയിട്ട് അതിന് ഗോൾഡ് റൂട്ട് ആക്കിയിട്ടും വെച്ച് കൊടുക്കണം. ഈ സെയിം കോൺഫിഗറേഷൻ തന്നെയാണ് സ്വിച്ച് 102ലും. 102ലും എന്താണ് ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവിടെ ചാനൽ ഗ്രൂപ്പ് 2 എന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ. മാത്രമല്ല നമ്മുടെ സ്പാനിങ് ട്രീയുടെ പ്രയോറിറ്റി ഏറ്റവും ലോവസ്റ്റ് 4096ലേക്ക് കൊടുക്കുന്നു. ബാക്കിയുള്ളതൊക്കെ ഈ സ്വിച്ച് 101നെ വെച്ചിട്ട് സിമിലർ ആണ്. ജസ്റ്റ് ഈ ഒരു കമാൻഡ് ക്രിയേറ്റ് ചെയ്യുക, കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് ഈ മോഡ് ഇവിടെ നിന്ന് മാറ്റി 2 ആക്കുക, ഇത് 4096 ആക്കുക, പോർട്ട് ചാനൽ 1 എന്നുള്ളത് 2 ആക്കി കൊടുക്കുക. വേറെ വലിയ കോൺഫിഗറേഷൻ അവിടെ ഇല്ല. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അവിടെ വേറെ വല്ല പോർട്ട് ചാനലും പ്രീ കോൺഫിഗേർഡ് ആണ്, അവിടെ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവർ നോ ചാനൽ ഗ്രൂപ്പ് എന്നുള്ളത് കൊടുത്തിരിക്കുന്നത്. 102ല് ചാനൽ ഗ്രൂപ്പ് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ലാബിൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, പക്ഷെ എന്നാലും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാവുന്ന നല്ലത്. കാരണം എന്താ, ഒരു നോ ചാനൽ ഗ്രൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ചാനൽ ഗ്രൂപ്പ് 1ഓ 2ഓ 3ഓ 4ഓ ചിലപ്പോൾ ഒരു മിസ്സായിട്ട് കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവും. സ്വിച്ച് 102ൽ പോർട്ട് ചാനൽ 1 കൊടുത്തിട്ടുണ്ടാവും, 101ൽ പോർട്ട് ചാനൽ 2 കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സൊല്യൂഷനിൽ കിട്ടില്ല. ക്വസ്റ്റ്യനിൽ പറഞ്ഞതിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ ഔട്ട്പുട്ട് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചിലപ്പോൾ അവിടെ 6ഓ 7ഓ പല നമ്പറാവും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ നോ ചാനൽ ഗ്രൂപ്പ് എന്നുള്ളത് കൂടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നമ്മുടെ ചാനൽ ഗ്രൂപ്പ് 2 മോഡ് ആക്റ്റീവ് ആക്കി കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ സെയിം കോൺഫിഗറേഷൻ നേരത്തെ പറഞ്ഞ പോലെ. സ്വിച്ച് 110നെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്റർഫേസ് മാത്രമേ ഡൗൺ ഉള്ളൂ, ഈ പോർട്ട് ചാനൽ ഡൗൺ ആയിരിക്കും. കാരണം ഈ ഇന്റർഫേസ് പ്രോപ്പറായിട്ട് കോൺഫിഗർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിന്റെ കോൺഫിഗറേഷൻ മാത്രം ഇവിടെ ഉള്ളത്. ഇതേ കോൺഫിഗറേഷൻ ഈ ഒരു പോർട്ടിലും ഉണ്ട്, ഗിഗാബിറ്റ് 1/2-2ലും 3ലും ഉണ്ട്. അത് പോർട്ട് ചാനൽ 2 എന്ന് വെച്ചിട്ട്, പക്ഷെ അത് പ്രീ കോൺഫിഗർ ആണ്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെക്ക് ചെയ്യാം. ഇന്റർഫേസ് ഗിഗാബിറ്റിൽ കയറുന്നു, 1/0-1/0-1ൽ കയറിയിട്ട് നമ്മൾ അതിന് നോ ചാനൽ ഗ്രൂപ്പ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു ചാനൽ ഗ്രൂപ്പ് പ്രീ കോൺഫിഗേർഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചാനൽ ഗ്രൂപ്പ് 1 മോഡ് പാസീവ് ആക്കി കൊടുക്കും, അതായത് ഇവിടെ ആക്റ്റീവും ഇവിടെ പാസീവ് ആക്കി കൊടുക്കുന്നു. പിന്നെ സ്പാനിങ് ട്രീ റാപ്പിഡ് ആക്കുന്നു, മറ്റേ ഡിഫോൾട്ട് ആക്കി കൊടുക്കണം. പിന്നെ ഇത് റൂട്ട് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിന് റൂട്ട് കോഡ് നമ്മൾ കൊടുക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ കോൺഫിഗറേഷൻ. മാത്രമല്ല ഓരോ ഇന്റർഫേസും നമ്മൾ പോർട്ട് ചാനൽ ഒന്ന് ഷട്ട് ഡൗൺ ചെയ്ത് നോ ഷട്ട് ഡൗൺ ഒക്കെ കൊടുത്തിട്ട് പോർട്ട് ചാനൽ അപ്പാണോ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഓരോ പോർട്ട് ചാനൽ കോൺഫിഗർ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഷട്ട് ഡൗൺ ചെയ്തിട്ട് നോ ഷട്ട് കൊടുക്കുക. അപ്പോൾ ഈ 1.2ഉം 1.3യും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലാബ് ഇത് വെച്ചിട്ട് പറഞ്ഞുതരാം. 1.2 1.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനാണ്. ഇത് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെയും ബ്രാഞ്ച് 3ൻ്റെയും ഈ 110യും ഈ ഹെഡ് ക്വാർട്ടേഴ്സും ഇതും തമ്മിലുള്ളതാണ് നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള ലിങ്ക് കോൺഫിഗർ ചെയ്യണത്. മാത്രമല്ല ഇവരുടെയിലൊക്കെ വീലാനുണ്ടോ നോക്കുന്നുണ്ട്, 2000 2001 1ഉം ഈ 3 വീലാനുണ്ടോ എന്ന് നോക്കുന്നുണ്ട്, അതൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ടോ നോക്കുന്നുണ്ട്. പക്ഷെ
2.3-ലാണ് നമ്മൾ ഈ പോർട്ട് ചാനലുകളൊക്കെ അപ്പാക്കുന്നതും അതിന്റെ കോൺഫിഗറേഷൻ കൊടുക്കുന്നു, സ്പാനിങ് ട്രീ കോൺഫിഗർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 1.3. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഉള്ളത് അതിൻ്റെ വെരിഫിക്കേഷനാണ്. വെരിഫിക്കേഷൻ നോക്കുന്നത് അതാണ്. അതായത് 101-ൽ കയറിയിട്ട് നമ്മൾ പറയാണ് സ്പാനിങ് ട്രീ സ്പാനിങ് ട്രീ സമ്മറി എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പാനിങ് ട്രീ ഇവിടെ ഇനേബിൾ ആയിട്ടുള്ളത് നമുക്ക് കാണിക്കും. മാത്രമല്ല പിന്നെ ഷോ ഇതർ ചാനൽ സമ്മറി എന്ന് കൊടുത്തിട്ട് ഇതർ ചാനലിൽ 2 അപ്പാണോ എന്നുള്ളത് നോക്കണം. ഈ ഇതർ ചാനൽ അപ്പാണോ എന്നുള്ളത് എന്തായാലും നോക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടില്ല. സ്വിച്ച് 2-ലും സെയിം തന്നെ ഷോ സ്പാനിങ് ട്രീ കൊടുക്കുക, സ്പാനിങ് ട്രീ ഇനേബിൾ ആണോ നോക്കുക. മാത്രമല്ല ഇതർ ചാനൽ സമ്മറി അല്ല ഇത് പോർട്ട് ചാനൽസ് അപ്പാണോ നോക്കുക. 110-ലും സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റാൻഡ് ബൈ എന്നുള്ള രീതിയിൽ HSRP പോലെയുള്ള സാധനങ്ങൾ കോൺഫിഗർ ചെയ്യാനാണ് നോക്കുന്നത്. വളരെ സിമ്പിളാണ്. ഇതിൽ പറയത്തക്ക വലിയ ഈ ഭാഗത്തൊക്കെയാണ് ഡൂവും ഡൂ 2-ഉം ഡൂ 1-ഉം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളത്. ഡൂ 2-ല് ഇത്തിരി കൂടി കമൻസ് കൂടുതലുണ്ട് എന്നേ ഉള്ളൂ. ഇതിൽ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് എന്ന് ഉള്ളത്. അതായത് ഗ്രൂപ്പ് ഇത് ഞാൻ വേണമെങ്കിൽ വായിക്കാം, കുഴപ്പമില്ല. യൂസ് പ്രോട്ടോകോൾ ദാറ്റ് സെൻഡ് ദ ഹലോ മെസ്സേജ് ബൈ യൂസിങ് മൾട്ടികാസ്റ്റ് അഡ്രസ് 224.0.0.102 ആൻഡ് ഈ ഗ്രൂപ്പിൽ എന്നുള്ളത്, അതായത് സ്റ്റാൻഡ് ബൈ വേർഷൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ് അതോടെ പറയുന്നത്. ഗ്രൂപ്പ് മെമ്പർ ഫോർ ഈച്ച് VLAN മസ്റ്റ് ബി മാച്ച് വിത്ത് ദ റെസ്പെക്റ്റീവ് VLAN ID. അതായത് ഇവിടെ കൊടുക്കുന്ന ID ഇത് നമ്മുടെ ഈ VLAN-ഉള്ള നമ്പർ ആയിരിക്കണം നമ്മൾ സ്റ്റാൻഡ് ബൈക്ക് കൊടുക്കുന്ന ആ ഒരു പേര് എന്നുള്ള രീതിയിലാണ് അത് അവിടെ പറഞ്ഞിരിക്കുന്നത്. The switch 101 must be active and high priority default 10 above the default. അതായത് ഡിഫോൾട്ട് പ്രയോറിറ്റി 100 ആണ്, അതിനെക്കാട്ടിലും ഒരു 10 കൂടുതൽ 10 കൂടുതൽ കൊടുക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. സ്വിച്ച് 2-നൊന്നും കൊടുക്കേണ്ട, അത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ എടുക്കട്ടെ എന്ന് അതാണ്. സ്വിച്ച് 2 മസ്റ്റ് സ്റ്റാൻഡ് ബൈ ഹാവ് ദ ഡിഫോൾട്ട് പ്രയോറിറ്റി. പിന്നെ ബോത്ത് ഗേവ് സ്വിച്ച് ബി ട്രാൻസ്ലേറ്റ് ടു ആക്റ്റീവ് ദെയർ പ്രയോറിറ്റി ബിക്കം സുപ്പീരിയർ. സുപ്പീരിയർ ആയി വരുമ്പോൾ ഏതാണോ സുപ്പീരിയർ ആയിട്ട് വരുന്നത് അത് ആക്റ്റീവ് ആവണം എന്നാണ് പറയുന്നത്. പിന്നെ ബോത്ത് ഹോപ്പ് വേ സ്വിച്ചസ് മസ്റ്റ് ബി ജനറേറ്റ് ARP ആൻഡ് VLAN ബൈ യൂസിങ് MAC അഡ്രസ് ഫോർ ദെയർ റെസ്പെക്റ്റീവ് ഇന്റർഫേസസ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡ് ബൈ യൂസ് ബൈ എന്നുള്ള കമാൻഡ്സ് കൊടുക്കുന്നത്. പിന്നെ DHCP റിക്വസ്റ്റ് മസ്റ്റ് ബി റിസീവ്ഡ് ബൈ ബോത്ത് ഫസ്റ്റ് ഹോപ്പ് ഗേറ്റ് വേ സ്വിച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ DHCP നമ്മുടെ ഇതിലത്തെ DHCP എന്ന് പറയുന്നത് നമ്മുടെ ഇതിലത്തെ എന്താണ് ടോപ്പോളജിയിൽ DHCP എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് ഇതിലാണ് കോൺഫിഗർ ചെയ്യുന്നത്. നോർമലി എല്ലാ ഡിവൈസിനുള്ള DHCP കൊടുക്കേണ്ടത് സ്വിച്ച് 2111-ലാണ്. അപ്പോൾ നമ്മൾ DHCP മെൻഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടോപ്പോളജിയിൽ ഇവിടേക്കുള്ള ഡിവൈസിനാണെങ്കിൽ പോലും IP കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഇങ്ങനെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, അത് നമുക്ക് സംസാരിക്കാം. അപ്പോൾ അത് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ അത് മെൻഷൻ ചെയ്യണം. അപ്പോൾ സിമ്പിൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആകെ കോൺഫിഗറേഷൻ നടക്കുന്നത് സ്വിച്ച് 101-ലും 102-ലുമാണ്. 101-ന് ഹൈ പ്രയോറിറ്റി കൊടുക്കണം, 102-ന് നോർമൽ പ്രയോറിറ്റി മതി. പിന്നെ ആരാണോ കൂടുതലുള്ളത് അവർ അപ്പാവണം എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്റർഫേസ് VLAN 2000-ലേക്ക് കയറുന്നു, IP ഹെൽപ്പർ അഡ്രസ്സ് കൊടുക്കുന്നു, സ്റ്റാൻഡ് ബൈ യൂസ് ബൈ എന്നുള്ള കമാൻഡ് കൊടുക്കണം, വേർഷൻ 2 യൂസ് ചെയ്യണം, IP കൊടുക്കണം. IP അവരിവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് VLAN 2000 IP, ഇതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. VLAN 2000 ഗേറ്റ്വേയും DHCP സെർവറിൻ്റെ ഇതും ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ VLAN-ഉം 2001-നും ഏതാണ് IP എന്നും അതിൻ്റെ DHCP സെർവർ ഏതാണെന്നും അതിൻ്റെ ഗേറ്റ്വേ ഏതാണെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഇൻഫർമേഷൻ അവിടെ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മളിവിടെ കൊടുക്കുന്നു സ്റ്റാൻഡ് ബൈ എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡ് ബൈ 2000. ഈ 2000 എന്നുള്ളത് VLAN റെസ്പെക്ട് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ചിലപ്പോൾ നമുക്കത് 101-ഓ 2111-ഓ അവിടെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇഷ്ടമുള്ളത് കൊടുക്കാം. പിന്നെ IP 10.1.100.1 IP കൊടുക്കണം, പ്രയോറിറ്റി കൊടുക്കണം, പ്രീംപ്റ്റ് കൊടുക്കണം. അതായത് ഒരെണ്ണം ഡൗൺ ആകുമ്പോൾ ഒരെണ്ണം അപ്പ് ആവണം എന്നുള്ള രീതിയിലുള്ള പ്രീംപ്റ്റ് കൊടുക്കും. ഇതേ സെയിം സാധനം തന്നെയാണ് VLAN 2001-ലും കൊടുക്കണം. ഇത് സ്വിച്ച് 101-ന്റെ പോയിന്റ് ഓഫ് വ്യൂലോട്ടാണ്. ഇതിലാകെ ഒരു ഇത് നോക്കേണ്ടത് ഇതിൻ്റെ പ്രയോറിറ്റി 110 ഉണ്ടോ എന്നുള്ളതാണ്. സ്വിച്ച് 101-ൽ പ്രയോറിറ്റി 110-ൽ കൊടുക്കണം,
സ്വിച്ച് 102-ൽ ആ ഒരു കമാൻഡ് ഇല്ല, പ്രയോറിറ്റി കമാൻഡ്സ് ഇല്ല, ബാക്കിയുള്ളതൊക്കെ സിമിലർ ആണ്. അതായത് IP ഹെൽപ്പർ കൊടുക്കുന്നുണ്ട്, യൂസ് ബൈ എന്ന് കൊടുക്കുന്നുണ്ട്, സ്റ്റാൻഡ് വേർഷൻ കൊടുക്കുന്നുണ്ട്, IP കൊടുക്കുന്നുണ്ട്, പ്രീംപ്റ്റ് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ 1.4. 1.4 കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അത് വെരിഫൈ ചെയ്യുക. ഒന്ന് വെരിഫൈ ചെയ്യണമെന്നില്ല. ഷോ സ്റ്റാൻഡ് ബൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ VLAN 2000-ന് ഇത് ആക്റ്റീവാണ്, 2001-നും ആക്റ്റീവാണ്. സ്വിച്ച് 101-നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആക്റ്റീവാണ്. മറ്റേതിൽ നോക്കുമ്പോൾ നമുക്കിവിടെ സ്റ്റാൻഡ് ബൈ എന്ന് കാണിക്കും. 102-നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സ്റ്റാൻഡ് ബൈ ആണ്, ഇതിലും സ്റ്റാൻഡ് ബൈ. കാരണം ഇതിന് പ്രയോറിറ്റി കുറവാണ്, നമ്മൾ കൊടുത്തത് ഡിഫോൾട്ടാണ്. മറ്റേ പ്രയോറിറ്റി കൂടുതൽ കൊടുത്തുകൊണ്ട് അതിപ്പോൾ ആക്റ്റീവ് മോഡിലേക്ക് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ 1.4. അതായത് ഇപ്പോൾ നമ്മളിത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.2 1.3 ഇവർ തമ്മിലുള്ള HSRP പോലത്തെ സാധനം കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതാണ് 1.4. പിന്നെ 1.5 1.5-ഉം ഇത് തന്നെ ഈ രണ്ടെണ്ണത്തിനെ സംബന്ധിച്ചെടുത്തിട്ടാണ്. അതായത് ഹെഡ് ക്വാർട്ടേഴ്സും ഡാറ്റാ സെന്ററും സംബന്ധിച്ചിട്ടാണ്. ഇവർ തമ്മിൽ ഇവിടെ കണ്ടില്ലേ, OSPF1 ഏരിയ 0, OSPF1 ഏരിയ 0. ഇവർ തമ്മിൽ ഇതൊരു OSPF എന്താ പറയുക, ഒരു ഏരിയയിൽ നിൽക്കുന്ന ഡിവൈസസുകളാണ്. നമ്മൾ ലോജിക്കലി രണ്ട് ഏരിയയിൽ നിൽക്കുകയാണെങ്കിൽ അല്ല, രണ്ട് സെക്ഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഡാറ്റാ സെന്റർ എന്നുള്ള ലോജിക്കലായിട്ടുള്ള രണ്ട് ഏരിയയിൽ നിൽക്കുമ്പോൾ പോലും ഇവർ തമ്മിലുള്ള OSPF എന്ന് പറഞ്ഞ കണക്ഷൻ ഏരിയ 10 എന്നുള്ള ഒറ്റ കണക്ഷനാണ്. അത് BGPന്റെ രണ്ടാണ്. BGPന്റെ AS 65002 65001 ആണെങ്കിൽ പോലും ഇവർ തമ്മിലുള്ള OSPF കണക്ഷൻ സെയിം ആണ്, ഏരിയ 10 ഏരിയ 10 എന്ന്. അപ്പോൾ അത് അപ്പാക്കണം എന്നാണ് 2.5-ൽ പറയണത്. മാത്രമല്ല ഇതിൽ ഒട്ടുമിക്കാലും പ്രീ കോൺഫിഗേർഡ് ആണ്. മിസ്സിംഗ് ആയ ഏരിയാസ് മാത്രമേ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വെരിഫൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഏരിയാസിനും കൂടി കയറി വെരിഫൈ ചെയ്യണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ensure the OSPF is configured for IPv4 intra-site routing between all layer 3 or non-SD1 routers. Non-SD1 routers എന്ന് പറഞ്ഞാൽ ഇവിടെ അതായത് ഡാറ്റാ സെന്ററിൽ SD1 റൗട്ടേഴ്സ് ഉണ്ട്, CHF21 22 അങ്ങനെ പല റൗട്ടേഴ്സ് അവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ. All OSPF numbers in data center and headquarters must be fully established. അത് ഈ രണ്ടിലും OSPF ഒരു ഓക്കെ, അതായത് OSPF-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലും ഡാറ്റാ സെന്ററിലും ഹെഡ് ക്വാർട്ടേഴ്സിന്റെ നമ്പേഴ്സ് എല്ലാം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ R21-നെ സംബന്ധിച്ചിടത്തോളം ഈ BGP നൈബിംഗ് റീഡിസ്ട്രിബ്യൂട്ട് ടു ദ സ്വിച്ചസ്. അതായത് R21 പറഞ്ഞ് ഇവിടെയുണ്ട്. ഇവിടുത്തെ ഉള്ള ഈ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, R21-നെ സംബന്ധിച്ചിടത്തോളം ഈ OSPF ഈ BGP-നെ OSPF-ലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ BGP റൗട്ട് മസ്റ്റ് ബി റീഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ടു ദ ഡിസ്ട്രിബ്യൂട്ടഡ് സ്വിച്ചസ്. അത് അവിടെ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം എന്നാണ് പറഞ്ഞത്. പിന്നെ മാത്രമല്ല ഈ ഒരു പറഞ്ഞ ഇന്റർഫേസസിലൊന്നും OSPF ഇനേബിൾ ചെയ്യരുത്. ഇതല്ലാത്ത എല്ലാ ഇന്റർഫേസസിലും OSPF ഇനേബിൾ ചെയ്യണം. അത് നമ്മൾ ഉപകാരമുണ്ടോ, അത് യൂസ്ഫുൾ അല്ലേ എന്ന് ആലോചിച്ചിട്ട് നമ്മളത് ചെയ്യാൻ നിൽക്കരുത്. ഈ ഇന്റർഫേസസ് മാത്രമാണ് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഇന്റർഫേസസിലും OSPF എനേബിൾ ചെയ്യണം. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാബ് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് ഇതൊക്കെ അതായത് BGP ആയിട്ട് നൈബർഷിപ്പ് ഫോം ചെയ്യുന്ന ഇന്റർഫേസസ് ആണ്. അതായത് R11 എടുത്തു. R11 E0/0 എന്ന് പറയുന്നത് ഈ BGP പോകുന്ന ലിങ്കാണ്, ഔട്ട് ഓഫ് ആയിട്ടുള്ള ലിങ്കാണ്.
അതുപോലെ തന്നെ R12 ഇല്ല, R12 പറഞ്ഞിട്ടുണ്ട്. R12 E0/0 അതാ ഈ 0/0യും എല്ലാതും ഔട്ടിലേക്ക് പോകുന്നത്, അത് അതർ AISലേക്കായിട്ട് പോകുന്ന ഇന്റർഫേസസ് ആണ്. അപ്പൊ അതിലൊന്നും OSPF ഇനേബിൾ ചെയ്യരുത്. ബാക്കി ലോക്കലായിട്ടുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ഈ 3 ഇന്റർഫേസസിൽ OSPF ഇനേബിൾ ചെയ്യണം. അപ്പൊ അതാണ് അവർ പറഞ്ഞത്, ഈ ഇന്റർഫേസസ് അല്ലാത്ത ബാക്കിയുള്ള എല്ലാത്തിലും ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വിച്ച് ആദ്യം റൗട്ടറിലേക്ക് വരുന്നു, റൗട്ടർ 11ലേക്ക് വരുന്നു. റൗട്ടർ 11നെ സംബന്ധിച്ചിടത്തോളം 3 ഇന്റർഫേസസ് ഉണ്ട്. 1, 2, 3. ഈ 0/0 ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ലൂബാക്കും കൂടി എടുത്തിട്ട് നമ്മൾ ലൂബാക്കും കൂടി മെൻഷൻ ചെയ്തിട്ട് IPOSPF ആണ് ഏരിയ 0 എന്ന് അടിക്കുന്നു. ഇരട്ട കമാൻഡിലൂടെ R11 കഴിഞ്ഞു. R12ലും സെയിം കമാൻഡ് തന്നെയാണ്, സെയിം ഇന്റർഫേസസ് തന്നെയാണ്. 1, 2, 3 ലൂബാക്കും കൂടി മെൻഷൻ ചെയ്തിട്ട് ഏരിയ എന്ന് പറയണം. അതോടെ നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഡാറ്റാ സെന്ററിലേക്ക് വരണം. ഡാറ്റാ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഡാറ്റാ സെന്ററിനെ സംബന്ധിച്ചിടത്തോളം 21, 22 അതിൻ്റെ ഇത് ഗിഗാബിറ്റ് 1 ആണ്, ഇവിടെ 2 ആണ്, 3 ആണ്, 4 ആണ്. ഈ ഇന്റർഫേസസിനെ പറ്റിയിട്ട് ചെറുതായിട്ടൊരു ധാരണ വേണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ R1ഉം R12ലും ഒക്കെ ഗിഗാബിറ്റ് 0/1, 0/2, 0/3, 0/0 ഇങ്ങനെയൊക്കെയാണ്. 0/0 എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടാണ്. ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ ഡാറ്റാ സെന്ററിലേക്ക് വരും. ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഡാറ്റാ സെന്ററിലേക്ക് വരുമ്പോൾ അവിടെ ഇന്റർഫേസസ് വരുന്നത് ഗിഗാബിറ്റ് 1, 2, 3, 4 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അവിടെ നമ്മൾ R21 വന്നിട്ട് 1 ഔട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് എക്സ്ക്ലൂഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും R21 ഗിഗാബിറ്റ് ചെയ്തിട്ട് 1 ചെയ്യരുതെന്ന്. ബാക്കിയുള്ള ഇന്റർഫേസസിൽ 2-4, 2, 3, 4 ലൂബാക്ക് 0, IPOSPF 1. പിന്നെ 21ന്റെ EBGP സ്വിച്ചുകൾക്കൊക്കെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ റീഡിസ്ട്രിബ്യൂട്ട് BGP 65002 എന്നുള്ളൊരു കാനം R21 കൊടുക്കുന്നുണ്ട്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺഫിഗറേഷൻ കൊടുക്കുന്നത്. അത് കഴിഞ്ഞു. പിന്നെ R22 സെയിം ആണ്, അതായത് ഇന്റർഫേസ് ഈ 3 ഇന്റർഫേസസും OSPF പബ്ലിഷ് ചെയ്യണം, ലൂബാക്കും പബ്ലിഷ് ചെയ്യണം. അതോടെ R22 കഴിഞ്ഞു. R23 ഇവിടെയാണ് ഞാൻ അത് പറയാൻ കാരണം, അവർ പറഞ്ഞ ഇന്റർഫേസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇന്റർഫേസ് റേഞ്ച് ഗിഗാബിറ്റ് 1/3 ലൂബാക്ക് 0 എന്ന് പറയുന്നുണ്ട്. ഈ 1 എന്ന് പറയുന്നത് ISPയിലേക്ക് പോകുന്ന ഒരു കണക്ഷനാണ്. ഈ ഒരു ISPയിലേക്ക് പോകുന്നതാണ് കണക്ഷൻ. നോർമലി നമുക്ക് ഇവിടെ ചെയ്യാൻ പോകുന്നത് 2ഉം 3ഉം മാത്രമാണ്. ഈ 4 പറ്റില്ല, കാരണം 4 നമ്മുടെ അതിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ASD റൗട്ടേഴ്സിനൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇത് ഓൾറെഡി ഇല്ല. പക്ഷെ പിന്നെ നമ്മൾ ചിലപ്പോൾ എക്സാമിന് പോയിട്ട് ലാബിൽ നോക്കുമ്പോൾ ഇത് ISPയിലേക്ക് പോകുന്ന കണക്ഷൻ ആണല്ലോ, ഇവിടെ OSPF ഇട്ടിട്ട് എന്താ കാര്യം എന്നുള്ള വിചാരിച്ചിട്ട് നമ്മളിവിടെ അത് പോകരുത്. ക്വസ്റ്റ്യനിൽ അത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളത് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്റർഫേസ് റേഞ്ച് 1, 2, 3 അത് മെൻഷൻ ചെയ്യുന്നു. ലൂബാക്ക് 0, IPOSPF ഏരിയ 0. ഇവിടെ ഈ OSPF ഇനേബിൾ ചെയ്തിട്ട് യാതൊരു ഗുണവും ഇല്ല എന്നുള്ളത് അറിയാം. എന്നിരുന്നാൽ പോലും നമ്മൾ മിസ്സാക്കരുത്. അതുപോലെ തന്നെ R24 ശരിക്കും ഈ 2 പോയിന്റിലേ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇന്റർഫേസസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഇന്റർഫേസസിലും OSPF ഇനേബിൾ ചെയ്യണമെന്ന് മാത്രമാണ്. എന്നിട്ട് ഇതിന്റെ വെരിഫിക്കേഷൻ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇത്തിരി കൂടുതലുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിവിടെ മിസ്സിംഗ് ആയ ഏരിയാസിൽ മാത്രമാണ് നമ്മൾ OSPF ഇനേബിൾ ചെയ്തിട്ടുള്ളൂ. സ്വിച്ച് 101ലും OSPF ഉണ്ട്, 102ലും OSPF ഉണ്ട്, 11ലും 12ലും OSPF ഉണ്ട്. മാത്രമല്ല, അതായത് ഈ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു നൈബർ ഉണ്ട്, OSPF നൈബർ ആണിത്. മനസ്സിലായോ? അതായത് സ്വിച്ച് 101നെ R11, R12 നൈബർ വരുന്നത് R11 ആയിട്ട് ഇതിന് കണക്ഷൻ ഉണ്ട്, R12 ആയിട്ടും കണക്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ നൈബർ വരുന്നത് സ്വിച്ച് 201 ആണ്. 201 എന്ന് പറഞ്ഞിട്ടുള്ള ഇതിലേക്ക് ഒരു ലോജിക്കലി ഒരു നൈബർഷിപ്പ് ഇവിടെ ഫോം ചെയ്യുന്നുണ്ട്, ഗിഗാബിറ്റ് 0/2. ഇത് നമ്മുടെ എക്സാം നമ്മൾ ലാബ് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റില്ല. എക്സാമുകളിൽ പോയാലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് കാണാൻ പറ്റും. ഇത് ലോജിക്കൽ ആയിട്ടുള്ളതാണ്, പക്ഷെ ആ ഇന്റർഫേസ് അവിടെ ഉണ്ട്. ഇതിന് 101ന്റെ നൈബർഷിപ്പ് ഫോം നോക്കുമ്പോൾ 201ഉം കൂടി നൈബർ ആണോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ സ്വിച്ച് 102ന് വെച്ച് നോക്കുമ്പോൾ സ്വിച്ച് 202
ഇതിന്റെ നൈബറാണ്. 3 നൈബർഷിപ്പ് വരിക. സ്വിച്ച് R11, R12, സ്വിച്ച് 202. അതുണ്ട്, അത് നോക്കണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ അതിന്റെ വെരിഫിക്കേഷനിൽ പോകുമ്പോൾ സ്വിച്ച് 101നെ സംബന്ധിച്ച് നമ്മൾ ഇത്തിരി മുന്നേ പറഞ്ഞാണ്, കണ്ടില്ലേ, സ്വിച്ച് 2.10.2.255.201. ഈ 201 എന്ന് പറയുന്ന ഈ ഇന്റർഫേസ് ആണ്, ഈ സ്വിച്ച് ആണ്. അത് അതിന്റെ നൈബർഷിപ്പ് അപ്പായിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. OSPF നൈബർ ആണോ നോക്കണം. പിന്നെ 11, 12 ആണ്. സ്വിച്ച് 1.1ന്റെ പോയിന്റ് ഓഫ് വ്യൂല്, 102ന്റെ പോയിന്റ് ഓഫ് വ്യൂല് സെയിം തന്നെ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ R11ഉം R12ഉം നൈബറാണ്, കാരണം ഡയറക്റ്റഡ് കണക്റ്റഡ് ഇന്റർഫേസസ് ആണ്. പ്ലസ് സ്വിച്ച് 202ലേക്കും അത് കണക്റ്റഡ് ആണോ എന്നുള്ളത്, അതിന്റെ ഇന്റർഫേസും കൂടി അതിന്റെ നൈബർഷിപ്പ് കൂടി അപ്പാണോ നോക്കണം. ഇത് ഡൗൺ ആണെങ്കിൽ നമ്മൾ ഫിക്സ് ചെയ്യണം. അതായത് അതിന്റെ ഇന്റർഫേസ് വരുന്നത് E0/2 ആണ്. G0/2 എന്നുള്ള ഇന്റർഫേസ് ചിലപ്പോൾ ഡൗൺ ആയിരിക്കും. എന്നിരുന്നാലും അത് മനസ്സിൽ വെക്കണം. ഈ സ്വിച്ച് 101നും 102നും 3 നൈബർഷിപ്പ് ഉണ്ട് OSPFന്റെ. അതിലത്തെ ഒരു നൈബർ കിടക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, അല്ല ഡാറ്റാ സെന്ററിലാണ് എന്നുള്ളതും കൂടി ഒന്ന് മനസ്സിൽ വെച്ച് നമ്മൾ അതിന്റെ വെരിഫിക്കേഷൻ ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ സിമ്പിളാണ്. R11നെ സംബന്ധിച്ചിടത്തോളം 3 നൈബർ. R11 3 നൈബറാണ്. അതായത് സ്വിച്ച് 101, 102, R12. R12നെ സംബന്ധിച്ചിടത്തോളം 3 നൈബർ. പിന്നെ 101, സ്വിച്ച് 101നെ സംബന്ധിച്ചിടത്തോളം R21ഉം R22ഉം നൈബറാണ്. സ്വിച്ച് 202 നൈബറാണ്. സ്വിച്ച് 211ഉം. പിന്നെ ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവരവിടെ ID മാറ്റി കൊടുത്തിരിക്കുകയാണ്. ഇതല്ല കേട്ടോ, വേറൊരു സാധനം ഉണ്ടായിരുന്നല്ലോ, 110 എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. അല്ല, അത് ഇതിലില്ല. ഓക്കെ, അതായത് സ്വിച്ച് 201നെ സംബന്ധിച്ചിടത്തോളം സ്വിച്ച് 211ഉം സ്വിച്ച് 212ഉം ഈ രണ്ടെണ്ണം R11നെ സ്വിച്ച് 210നെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് കണക്റ്റഡ് ഇന്റർഫേസ് ആണ്, നൈബേഴ്സ് ആണ്. സ്വിച്ച് 202 നൈബറാണ്. R21ഉം R22ഉം നൈബറാണ്. മാത്രമല്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്ക്വാർട്ടേഴ്സുമായിട്ട് സ്വിച്ച് 101ഉമായിട്ടും ഒരു നൈബർഷിപ്പ് ഉണ്ട്. ആ നൈബർഷിപ്പും അപ്പാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. കാരണം അവിടേക്ക് ഒരു പിങ് പറയുന്നുണ്ടായിരുന്നു. ഇപ്പത്തെ ഇതിലില്ല, പണ്ടത്തെ ഒരു പിങ് പറയുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഈ നൈബർഷിപ്പ് ഇത് അപ്പാവണം എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ പാടെ ഒരു ഏരിയയിൽ നിൽക്കുന്നതാണ് OSPFന്റെ പോയിന്റ് ഓഫ് വ്യൂല്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് നോക്കാനുള്ളത് 1, 2, 3, 4, 5, 6 നൈബർഷിപ്പ് അപ്പാണോ എന്നുള്ളത്. ഈ 6ൽ 5 ഈ ഭാഗത്തുള്ളതാണ്. 1, 2, 3, 4, 5. സ്വിച്ച് 201നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഈ ഒരു ഏരിയ മൊത്തം അപ്പാണ്. പ്ലസ് ഈ ഒരു ഹെഡ്ക്വാർട്ടേഴ്സിന്റെ ഈ സാധനം കൂടി 101 കൂടി അപ്പാണോ നോക്കാം. സ്വിച്ച് 202ലും സെയിം തന്നെയാണ്. വെരിഫിക്കേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് അതിന്റെ ഇത്. പിന്നെ ബാക്കിയുള്ള നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. സ്വിച്ച് 211നെ സംബന്ധിച്ചിടത്തോളം 23ഉം 24ഉം ഉണ്ടാവും. നോക്കട്ടെ, 23 ഉണ്ടാവും. ഈ 24ന് അവർ കൊടുത്തിരിക്കുന്നത് ഈ 114 എന്നുള്ളതാണ്. ഈ 114 എന്നുള്ളത് അതിലോട് കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. ചില ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ID മാറ്റിയിട്ട് നമുക്ക് 10.2.255.24 എന്ന് വേണമെങ്കിൽ ആക്കാം. അതല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയാൽ മതി. 14.14.14.114 എന്നുള്ളത് കൊടുത്തിരിക്കുന്നത് 24നെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അത് അവരങ്ങനെ കോൺഫിഗർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, നമ്മളത് ചേഞ്ച് ചെയ്താലും വലിയ വിഷയമൊന്നുമില്ല. ഇതിലെങ്ങനെ കാണിച്ചിരിക്കണം അത് ഫോളോ ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിൽ നമ്മുടെ CLCയിൽ അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ അതുപോലെ തന്നെ റൗട്ടർ ID അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഇത് 24 ആണ്. അപ്പോൾ സ്വിച്ച് 211നെ സംബന്ധിച്ചിടത്തോളം ഇത് 24, 23. പിന്നെ സ്വിച്ച് 212, 201, 202 ഇവരായിട്ട് ഇങ്ങനൊരു താഴത്തേക്കുള്ള R21, R22 മാത്രം മിസ്സിംഗ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെയാണ് സ്വിച്ച് 212നെ സംബന്ധിച്ചിടത്തോളം. അത് പിന്നെ അങ്ങനെ ഓരോ ഇന്റർഫേസിന്റെയും നൈബർഷിപ്പ് അപ്പാണോ നോക്കുക. ഡയറക്ട്ലി കണക്റ്റഡ് ഇന്റർഫേസസിന് മാത്രം, കണക്റ്റഡ് ഇന്റർഫേസ് എല്ലാം നൈബർഷിപ്പ് ഫോം ചെയ്തിട്ടോ നോക്കുക. ആകെ നോക്കാനുള്ളത് സ്വിച്ച് 101ലും 102ലും സ്വിച്ച് 101ലും 202ലും ഒരു ലോജിക്കലായിട്ടൊരു നൈബർഷിപ്പും കൂടി ഉണ്ട്. അതും കൂടി അപ്പാണോ നോക്കുക. ബാക്കിയുള്ളത് ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും.
വളരെ സിമ്പിൾ ആയിട്ടാണ്. R24 ഇപ്പോൾ ലാസ്റ്റത്തെ പോയിന്റ് ഞാൻ എടുത്തത് R24 സംബന്ധിച്ചിടത്തോളം R24 R23 സംബന്ധിച്ചിടത്തോളം സെയിം തന്നെയാണ് മെമ്പർഷിപ്പ് വരുന്നത്. R24 സംബന്ധിച്ചിടത്തോളം സ്വിച്ച് 201 സ്വിച്ച് 211 222 ഉള്ളൂ. കാരണം ഇതിനാകെ 2 ഇന്റർഫേസ് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതിലേക്ക് മാത്രം OSPF എനേബിൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കിയുള്ള ഇപ്പോൾ നമ്മൾ ഗിഗാബിറ്റ് 1 OSPF എനേബിൾ ചെയ്തിട്ട് അവിടുന്ന് നൈബർഷിപ്പ് എന്തായാലും ഫോം ചെയ്യാനൊന്നും പോകുന്നില്ല. ആകെ ഈ 2 നൈബറേ വരുള്ളൂ. പക്ഷെ എന്തിനാ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, 2 നൈബറാണ് R3ക്കും R24നും R23ക്കും ഉള്ളത്. അപ്പോൾ അതുപോലെ 2.5 സംബന്ധിച്ചിടത്തോളം നമ്മൾ കോൺഫിഗർ ചെയ്യണത് റൗട്ടേഴ്സിൽ മാത്രമേ ഉള്ളൂ. ഒരു സ്വിച്ചിലും കയറിയിട്ട് നമ്മൾ OSPF കോൺഫിഗർ ചെയ്യുന്നില്ല. അതിൻ്റെ ഇന്റർഫേസ് പറഞ്ഞ ഇന്റർഫേസസ് എല്ലാം OSPF ആണ് ഏരിയ 0-ലാക്കുന്നു. പിന്നെ വെരിഫിക്കേഷൻ സമയത്ത് നമ്മൾ സ്വിച്ചും കൂടി വെരിഫൈ ചെയ്യുന്നു. വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് സ്വിച്ചിലും നമ്മൾ പറഞ്ഞ പോലെ ലോജിക്കൽ ആയിട്ടുള്ള നൈബർഷിപ്പ് കൂടി അപ്പായിട്ടുണ്ടോ നോക്കും. അത്രേ ഉള്ളൂ 1.5. ഓക്കെ, അതോടെ 1.5 കഴിയും. 1. അതല്ല, ഈ ഡു ഫുള്ളും എന്ന് പറയണോ അതോ കുഴപ്പമില്ലല്ലോ? ഈ ലാബ് മൊത്തം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, മാക്സിമം നമുക്ക് പറ്റുന്നത്രയും പറയാം ടൈമിനനുസരിച്ച്. ഓക്കെ. പിന്നെ 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കാനും സുഖം. 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS നമ്പർ 65006 പറ്റിയിട്ടുള്ള ഒരു ഏരിയയിലാണ്. അത് നമ്മൾ ചെയ്തിട്ട് മനസ്സിലാക്കി തന്നെ. 1.6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആ ഏരിയ AS പറ്റിയിട്ടാണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കിയെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ 1.6 എന്ന് പറയുമ്പോൾ ആ ഏരിയനെ പറ്റിയിട്ടുണ്ട്. ഇതിനൊന്നുമല്ല, ഇവർ തമ്മിലൊരു നൈബർഷിപ്പ് ഉണ്ട്. R61 R62 സ്വിച്ച് 601 602 തമ്മിൽ ഇവർ തമ്മിലുള്ള ഒരു EHRP നൈബർ. ഇവിടെ OSPF അല്ല, അവിടെ EHRP ആണ്. മാത്രമല്ല EHRP തമ്മിൽ ഒരു കീ വെച്ചിട്ടാണ് അവർ നൈബർഷിപ്പ് അപ്പാക്കണം, ഒരു ഒതന്റിക്കേഷൻ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ കീ അവിടെ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ കീ വെച്ചിട്ട് ഒതന്റിക്കേഷൻ ക്രിയേറ്റ് ചെയ്യണം. മാത്രമല്ല ഇതിലത്തെ പല ഇന്റർഫേസും പാസീവാണ്. അതായത് R61 പാസീവ് ഡിഫോൾട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. R62 അത് പ്രീ കോൺഫിഗർ ആണ്. സ്വിച്ച് R6 അത് നിങ്ങളുടെ പ്രീ കോൺഫിഗറേഷൻ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതിന്റെ ഇന്റർഫേസ് ഡിഫോൾട്ടിൽ പാസീവ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ പാസീവ് എടുത്ത് കളയുന്നില്ല, നമ്മൾക്ക് ആവശ്യമുള്ള ഇന്റർഫേസിന്റെ പാസീവ് മാത്രമേ കളയുന്നുള്ളൂ. R62 ചിലപ്പോൾ ആ കമന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം അവിടെ പ്രീ കോൺഫിഗർഡ് ആയിട്ട് ഡിഫോൾട്ട് പാസീവ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് അവിടെ നമ്മുടെ സൊല്യൂഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ എന്തുകൊണ്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത്. അത് അവർ പ്രീ കോൺഫിഗർഡ് ഉള്ളതുകൊണ്ടാണ് നമ്മളത് അവിടെ അങ്ങനെ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും അത് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പം പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മൾ കോൺഫിഗറേഷനിലേക്ക് പോകുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഈ കോറിൽ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു EHRP ഫോം ചെയ്യുന്നുണ്ട്. ആ EHRP തമ്മിൽ നമ്മളൊരു ഒതന്റിക്കേഷനും കൂടി നമ്മൾ ഇനേബിൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാത്രമല്ല അതിൻ്റെതായിട്ടുള്ള ഇന്റർഫേസസ് ഒന്നും പാസീവ് അല്ല എന്നും കൂടി നമ്മൾ കൺഫേം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. 1.6 പോകാം. 1.6 ബ്രാഞ്ച് 3 കോൺഫിഗർ ചെയ്തിരിക്കുന്നത് IGP ആണ്. ടു ഇനേബിൾ പ്രോഗ്രസ് ദ LAN ടു എക്സ്റ്റെൻഡ് ദ WAN ആൻഡ് സൊല്യൂഷൻ മീറ്റ് ദ ഫോളോയിങ് റിക്വയർമെന്റ്. ഉള്ളത് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ബ്രാഞ്ച് 3 EHRP നെയിംഡ് മോഡ് യൂസ് ചെയ്യണം. നെയിം CCIE ആയിരിക്കണം. ആൻഡ് ഓട്ടോണോമസ് സിസ്റ്റം നമ്പർ 65006 എന്നുള്ളത് യൂസ് ചെയ്യണം. പിന്നെ ബ്രാഞ്ച് 3 മസ്റ്റ് യൂസ് EHRP MD5 ഒതന്റിക്കേഷൻ ഫോർ ആൾ ലാൻഡ് ഫേസിംഗ് പിയറിംഗ്. അതായത് ഇവർ തമ്മിലുള്ള പിയർ ചെയ്യുമ്പോൾ ഒരു ഒതന്റിക്കേഷൻ ഫോം ചെയ്യണം. അതിൻ്റെ കീ ചെയിൻ എന്ന് പറയുന്നത് CCIE MD5 എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. സ്ട്രിങ് എന്നുള്ളത് CCIE ഇൻഫ്ര എന്നുള്ളതും കൂടി അവർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഓൾ ലാൻ മസ്റ്റ് ബി അഡ്വർടൈസ് ടു EHRP. എല്ലാ ലാനും EHRPയിലേക്ക് പബ്ലിഷ് ചെയ്യണം. ഡു നോട്ട് റീഡിസ്ട്രിബ്യൂട്ട് ടു അച്ചീവ് ദിസ്. അതായത് ഓൾ ലാൻ സബ്നെറ്റ് മസ്റ്റ് അഡ്വർടൈസ് ടു EHRP. അതിന് നമ്മൾ ജസ്റ്റ് നെറ്റ്വർക്ക് അതിലാണ്ട് പബ്ലിഷ് ചെയ്യുന്നുള്ളൂ, ഫുൾ ക്ലാസ് ആയിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിന് റീഡിസ്ട്രിബ്യൂഷനും മറ്റുള്ള കമാൻഡ്സ് ഒന്നും യൂസ് ചെയ്യരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് ഫുള്ളായിട്ട് അതിലാണ്ട് കൊടുത്ത് ക്ലിയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൽ കോൺഫിഗറേഷനിലേക്ക് വരാം. ഇത്രേ ഒരു റിക്വയർമെന്റ്സ് പറഞ്ഞിട്ടുള്ളൂ. റിക്വയർമെന്റ്സ് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. R61 പോകണം. R16 വന്നിട്ട് അവർ കീ ചെയിൻ അവർ പറഞ്ഞിട്ടുണ്ട്.
കീ ചെയിൻ CCI MD5 യൂസ് ചെയ്യണമെന്നാണ്. അപ്പോൾ നമ്മൾ കീ ചെയിൻ ക്രിയേറ്റ് ചെയ്യണു, കീ ചെയിൻ CCI MD5 എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യണു, കീ 1 കീ എന്നുള്ളത് 1 ആക്കി കൊടുക്കണം. കീ സ്ട്രിങ് അവർ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് CCI ഇൻഫ്ര എന്നുള്ളത് ആ കീ സ്ട്രിങ് നമ്മൾ ഇത് മൂന്നും ഇവിടെ സെറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ റൗട്ടർ EIGRP നെയിംഡ് മോഡ് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് നെയിം CCI എന്ന് പറഞ്ഞിട്ടുള്ളത് CCI കൊടുക്കണം. ഓട്ടോണമി 6 നമ്പർ 65006 പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ലാനും ഇതിലേക്ക് പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നെറ്റ്വർക്ക് ഫുൾ ക്ലാസ്സിൽ പറഞ്ഞു 10.0.0.0 എന്നുള്ള നെറ്റ്വർക്കും പറഞ്ഞു. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ R16 സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നൈബേഴ്സ് ഫോം ചെയ്യുന്നത് ഈ 3 ഇൻ്റർഫേസസിലാണ്. G0/1, 2, 3 ഈ 3 ഇൻ്റർഫേസസിലാണ്. ആ 3 ഇൻ്റർഫേസിലും ഒതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്യണു. അത് 3നും പാസീവ് ഇൻ്റർഫേസ് അല്ലാതാക്കണം. ഇപ്പോൾ നെയിംഡ് മോഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ AF ഇൻ്റർഫേസ് ഗിഗാബിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് 0/1ലേക്ക് കയറുന്നു. ഒതൻറ്റിക്കേഷൻ മോഡ് MD5 എന്ന് പറയുന്നു. എന്നിട്ട് ഒതൻറ്റിക്കേഷൻ കീ ചെയിൻ എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത കീ ചെയിൻ മെൻഷൻ ചെയ്യുന്നു. നോ പാസീവ് ഇൻ്റർഫേസ് കൊടുക്കും. ഈ നോ പാസീവ് ഇൻ്റർഫേസ് കൊടുക്കാനുള്ള കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം R61 എല്ലാ ഇൻ്റർഫേസും പാസീവ് ആണെന്നത് പ്രീ കോൺഫിഗർഡ് ആയിട്ട് വെച്ചിട്ടുണ്ട് അവർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഇൻ്റർഫേസസിനും ആ പ്രീ കോൺഫിഗേർഡ് കളയാതെ നമ്മുടെ ഇൻ്റർഫേസിന് മാത്രം നോ പാസീവ് കൊടുക്കുന്നത്. അതുപോലെ 601, 602, 603 ഈ 3 ഇൻ്റർഫേസും നമ്മൾ മെൻഷൻ ചെയ്യും. 601, 602, 603 ഈ 3 ഇൻ്റർഫേസസും നമ്മളത് പറയുന്നു. വേറെ വിഷയങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. അതായത് നമ്മൾ ആദ്യം ഒരു കീ ചെയിൻ സെറ്റ് ചെയ്യുന്നു. അത് ക്വസ്റ്റ്യൻ കീ ചെയിൻ സെറ്റ് ചെയ്യുന്നു, EIGRP കോൺഫിഗർ ചെയ്യണം, അവിടെ നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്യണം. നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്യണം, ഇവിടെ നെറ്റ്വർക്ക് പബ്ലിഷ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മറ്റുള്ള ഇൻ്റർഫേസസ് മൊത്തം നമ്മൾ ഒതൻറ്റിക്കേഷൻ എനേബിൾ ചെയ്തിട്ട് EIGRP അങ്ങനെ EIGRP അവിടെ കോൺഫിഗർ ചെയ്യണം. ആ കോറിൽ 61 സംബന്ധിച്ചിടത്തോളം സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിലാകെ നോ പാസീവ് ഇൻ്റർഫേസ് എന്നുള്ള കമാൻഡ് മിസ്സിംഗ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്താലും വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ഇതിൽ കൊടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അവിടെ പാസീവ് ഇൻ്റർഫേസ് ഡിഫോൾട്ട് എന്നുള്ളത് R62 കോൺഫിഗർ ചെയ്തിട്ടില്ല ഡിഫോൾട്ടായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്കത് അവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ആ ഒരു കമൻറ്റ്സ് മാത്രം റിമൂവ് ചെയ്യണു. ബാക്കിയുള്ളൊക്കെ ആസിറ്റീസ് ആണ്, ഒന്നും ചേഞ്ചസ് ഇല്ല. കീ സെറ്റ് ചെയ്യണു, EIGRP കോൺഫിഗർ ചെയ്യണു, നെയിംഡ് മോഡ് കോൺഫിഗർ ചെയ്യണു. ബാക്കി ഇൻ്റർഫേസസ് സെയിം ഇൻ്റർഫേസസ് തന്നെയാണ് R62 1, 2, 3 എന്നുള്ളത്. ഇവിടെ പാസീവ് ഇൻ്റർഫേസസ് കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഒരു ചേഞ്ചസ് ഉള്ളൂ. പിന്നെ 601 സംബന്ധിച്ചിടത്തോളം ഈ കീ നമ്മൾ സെറ്റ് ചെയ്യണു. പിന്നെ നമ്മൾ EIGRP കോൺഫിഗർ ചെയ്യണം. ഇൻ്റർഫേസസിൽ മാത്രമാണ് ചെറിയ ചേഞ്ചസ് ഉള്ളൂ. 0/0, 1, 2 ഈ 3 ഇൻ്റർഫേസസ് നമ്മൾ കോൺഫിഗർ ചെയ്യണം. 0/0 പാസീവ് ആകെ 61 മാത്രമേ ഉള്ളൂ, അത് ഡിഫോൾട്ടായിട്ട് കൊടുത്തു. ബാക്കിയുള്ളിടത്തൊക്കെ സെയിം കോൺഫിഗറേഷൻ ആണ്. ഒതൻറ്റിക്കേഷൻ മോഡ് കൊടുക്കണം, കീ ചെയിൻ കൊടുക്കണം. 602 സെയിം തന്നെയാണ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, സെയിം കോൺഫിഗറേഷനാണ്. പിന്നെ നമ്മളത് വെരിഫൈ ചെയ്യണം. നമ്മൾ ആകെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ ചെയിൻ R61 കീ ചെയിൻ ഇത് തന്നെയാണോ എന്നുള്ളത്. 61, 62, 6 ഇത് ചെക്ക് ചെയ്യൽ നിർബന്ധമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വേറൊരു കീ ചിലപ്പോൾ അവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കീ വേറെ ആയിരിക്കാം. ഒന്ന് വെരിഫൈ ചെയ്യുക. ഷോ കീ ചെയിൻ R61, 62, 601 നമ്മൾ കൊടുത്ത കീ ചെയിൻ തന്നെയാണോ ഉള്ളത് എന്നുള്ളത് ഒന്ന് വെരിഫൈ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ കീ മാത്രമാണ് ഇതിൽ വെരിഫിക്കേഷനിൽ പറയുന്നുള്ളൂ. നൈബർഷിപ്പ് ഓൾറെഡി അപ്പായിരിക്കണം എന്നുള്ള ഒരു അസെപ്ഷനിലാണ് നൈബർഷിപ്പ് കൂടി ഒന്ന് അപ്പാക്കുക എന്നുള്ളത്. EIGRP നൈബർഷിപ്പും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. അത് നമ്മുടെ സൊല്യൂഷനിൽ പറഞ്ഞിട്ടില്ല, എന്നിരുന്നാൽ പോലും ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇതിലാകെ ഒരു കീ മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഈ 1.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതുവരെയുള്ളതിന് ഞാനൊന്ന് ചെറുതാക്കി പറഞ്ഞുതരാം. ഇതുവരെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1.2, 1.3 ഈ സെക്ഷൻ 1.4, 1.5 ഇത് മൊത്തം നമ്മൾ കോൺഫിഗർ ചെയ്തു. 1.6 നമ്മളിവിടെ EIGRP കൊടുത്തു. ഈ 1.2 ഇതും ഉണ്ട് കേട്ടോ. ഇത് 602 നമ്മൾ ഈ 2 ഇൻ്റർഫേസും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. 6 എന്ന് പറഞ്ഞാൽ ഇതും കൂടി ഇൻ്റർഫേസ്. അപ്പോൾ നമ്മളിപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സും ഡാറ്റാ സെൻറ്ററും ബ്രാഞ്ച് 3 മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇവരിനൊക്കെ കണക്ട് ചെയ്യണത്, അതായത്
ഇവരിനെ കണക്ട് ചെയ്യുന്ന ഈ ബ്രാഞ്ച് 3 കണക്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്ലോബൽ SP എന്നുണ്ട്, ഈ ഒരു കോറിലേക്കാണ് പോകുന്നത്. അതാണ് 1.7. 1.7ല് സംബന്ധിച്ചിടത്തോളം ഓക്കെ, ഇതിൽ നമ്മൾ OSPF 1 ഏരിയ 0 എന്നുള്ളത് ഇതിന്റെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് മുന്നേ കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവരെല്ലാവരും തമ്മിലൊരു OSPF ഉണ്ട്, OSPF നൈബർഷിപ്പ് ഉണ്ട്. ഇതിലൊക്കെ നമ്മൾ OSPF എനേബിൾ ചെയ്യുന്നുണ്ട്. R1, R2, R3, R4, R5, R6, ഈ R6 വരെയുള്ളത്, R1 മുതൽ R6 വരെയുള്ള OSPF എനേബിൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ BGP എനേബിൾ ചെയ്യുന്നുണ്ട്. BGP എനേബിൾ ചെയ്യുമ്പോൾ ഈ R1ലും R2ലും നമ്മൾ BGP കോൺഫിഗർ ചെയ്യുന്നില്ല. R63, R65, R66, R64 അല്ല R6, R4, R3, R4 ഈ 4 R3, R4, R5, R6 ഈ 4 എണ്ണത്തിലാണ് BGP നമ്മൾ എനേബിൾ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ നൈബർഷിപ്പ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം മനസ്സിലാക്കുക.